ഈ ജുക്കി മെഷീനിൽ പവർ മെഷീനിൽ നമ്മൾ തയ്ക്കുമ്പോൾ സ്റ്റിച്ചിങ് ക്ലിയർ ആകുന്നതിലൊരു പ്രധാന ഘടകം ഉള്ളൊരു സംഭവമായത് ഈ ഒരു സ്ക്രൂ ഉണ്ട്, കത്രി കൊണ്ട് ഞാൻ തുടങ്ങി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് അയച്ചിട്ട് ഇതിനെ നമ്മൾ കുറച്ച് മുമ്പോട്ടും പുറകോട്ടും ആക്കിക്കൊള്ളണം. അപ്പം ഈ ഒരു സ്പ്രിങ് വലിയുന്നത് ഇതിലാണ്. ഇപ്പം നമ്മൾ എത്രയായിട്ടിട്ടും അടിക്കാണി മുറുകുന്നില്ല. ടെൻഷൻ സെറ്റ് നമ്മൾ ഒത്തിരി മുറുകും. ഒരു മാക്സിമം ഒരു സ്പീഡിൽ ഒരു ടൈറ്റിൽ കൂടുതൽ ഈ മുറുക്കാൻ പറ്റത്തില്ല. മുറുക്കെങ്കിൽ നൂല് പൊട്ടിച്ച് കൂടും. അപ്പം അതൊരു മിനിമം ടൈറ്റ്, അതായത് ബോബൻ കേസിൽ നമ്മൾ വരുന്ന ഈ ബോബൻ കേസിൽ നമുക്ക് വരുന്ന ടൈറ്റും ഈ അടിക്കാണിയും ഏകദേശം ഒരു ലെവലായിട്ട് ഇരുന്നാലേ ഉള്ളൂ നമുക്ക് സ്റ്റിച്ചിങ് ക്ലിയർ ആവുള്ളൂ. ഇത്രയും കാര്യമായിട്ട് നോക്കിയിട്ടും നമ്മൾ ടൈറ്റ് ഇവിടെ സ്പ്രിങ്ങിൻ്റെ കാണിക്കുന്നില്ല, അടിക്കാണി മുറുകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ അയച്ചിട്ട് ഒരു പോയിൻറ്റും കൂടി നിങ്ങൾ പുറകോട്ട് തള്ളിയിട്ട് മുറുക്കിയിട്ട് അതേ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കണം. ഒരു കാരണവശാലും ഒരു ഇഞ്ച് നമ്മളിവിടെ വരെ തയ്ച്ച് നിർത്തണം. 2 ഇഞ്ച് തയ്ച്ച് നിർത്തിയിട്ട് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് സൂചി കുത്തി സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഇത് അഴിച്ചിട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് തള്ളി വെച്ചിട്ട് മുറുകിയിട്ട് തയ്ക്കണം. അപ്പോൾ ഈ 2 സ്റ്റിച്ചിങ്ങിൻ്റെയും വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ സാധാരണ ചെയ്തിട്ട് ക്ലിയർ ആകുന്നില്ലെങ്കിൽ അതുകൂടെ ഒന്ന് നോക്കിയ ശേഷം നമ്മൾ അടുത്ത പണിയിലേക്ക് പോയാൽ മതി. ഓക്കെ, താങ്ക് യു.